നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ്. തിരുവനന്തപുരത്ത് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. 15 സീറ്റിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. KS ശബരീനാഥൻ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേമത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ സ്ഥാനാർത്ഥിയാകും. വിജ്ഞാപനത്തിന് പിന്നാലെ LDFും 2 ദിവസത്തിനകം BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് വിവരം. കാസർഗോഡ് നീലേശ്വരത്ത് ഒഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ ഐസ്ക്രീം ബോംബ് കണ്ടെത്തി. നീലേശ്വരം നരിമാളത്ത് സാബു ആന്റണി എന്നയാളുടെ പറമ്പിലാണ് ബോംബ് കണ്ടെത്തിയത്. ഇന്ന് വൈകുന്നേരമാണ് സംഭവം. കാട് വൃത്തിയാക്കുന്നതിനിടെ ബോംബ് കണ്ടെത്തിയതോടെ സ്ഥലമുടമ നീലേശ്വരം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഐസ്ക്രീം ബോംബ് നിർവീര്യമാക്കിയിട്ടുണ്ട്. ഇറച്ചിക്കോഴി ലോഡുമായി വന്ന ലോറി നിയന്ത്രണം വിട്ട് തട്ടുകടയിലേക്ക് പാഞ്ഞുകയറി അപകടം. വശത്തേക്ക് മറിഞ്ഞ ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വൻ ദുരന്തമാണ് ഒഴിവായതെന്ന് നാട്ടുകാർ പറഞ്ഞു. കൊല്ലന്തേരി ദേശീയപാതയിൽ താമരക്കുളം ജംഗ്ഷന് സമീപമാണ് അപകടം നടന്നത്. താമരക്കുളം നെടിയാണിക്കൽ ക്ഷേത്ര ജംഗ്ഷനിലുള്ള വളവിൽ വെച്ചാണ് അപകടമുണ്ടായത്. തൊടുപുഴയിൽ നിന്നും ഇറച്ചിക്കോഴികളെ കയറ്റി കൊല്ലത്തേക്ക് വരികയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട വൈദ്യുത പോസ്റ്റ് ഇടിച്ച ശേഷം തട്ടുകട ഇടിച്ചു തകർത്ത് തൊട്ടടുത്ത വീടിനോട് ചേർന്ന് ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു. ഹൈക്കോടതിക്ക് മുന്നിൽ തീ കൊളുത്തി മരിക്കുമെന്ന ഫേസ്ബുക്കിൽ പോസ്റ്റ്. 57-കാരൻ അറസ്റ്റിൽ. മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശിയായ 57-കാരൻ EP ജയപ്രകാശാണ് പിടിയിലായത്. എറണാകുളം സെൻട്രൽ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഹൈക്കോടതിക്ക് മുന്നിൽ തീ കൊളുത്തി മരിക്കുമെന്ന് ജയപ്രകാശ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇക്കാര്യം അറിഞ്ഞ് അന്വേഷിച്ചിറങ്ങിയ പോലീസ് ഒരാൾ പ്രദേശത്ത് നിന്നും പരുങ്ങുന്നത് കണ്ട് ചോദ്യം ചെയ്യുകയായിരുന്നു. പോലീസിനെ കണ്ട് പരുങ്ങിയത് പോസ്റ്റിട്ട ആൾ തന്നെയാണെന്ന് വ്യക്തമായതോടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. PM ശ്രീയിൽ CPMനോട് ഏറ്റുമുട്ടൽ വേണ്ട. നിലപാട് വ്യക്തമാക്കി ബിനോയ് വിശ്വം. സംസ്ഥാന കൗൺസിലിലാണ് ബിനോയ് വിശ്വം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും യോജിച്ചു പോകണമെന്ന നിർദ്ദേശവും ബിനോയ് വിശ്വം മുന്നോട്ട് വെച്ചു. PM ശ്രീയിൽ സർക്കാരിനെ കൊണ്ട് നിലപാട് തിരുത്തിച്ചത് പാർട്ടിയുടെ നേട്ടമെന്നാണ് CPIയുടെ വിശദീകരണം. എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറിക്കൊണ്ടുള്ള കത്ത് കേന്ദ്രത്തിന് സംസ്ഥാനം അയക്കുന്നത് ഉറപ്പാക്കണമെന്ന് CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ നേതാക്കൾ വ്യക്തമാക്കി. സർക്കാരിനെ കൊണ്ട് തിരുത്തിക്കാനായത് പാർട്ടിയുടെ വലിയ നേട്ടമാണെന്ന് യോഗം വിലയിരുത്തി. യഥാർത്ഥ ഇടതു നിലപാട് ഉയർത്തിപ്പിടിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞതാണ് അഭിനന്ദനം.